മറ്റൊരു പ്രധാന വിഷയം നമുക്ക് ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ടായി. ഈ ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന അപകടങ്ങൾ കരൂരിൽ വിജയുടെ പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്. മറ്റൊന്ന് ബാംഗ്ലൂരിൽ മാച്ച് വിൻ ചെയ്ത് വന്നിട്ട് അവിടെ ഉണ്ടായ തിരക്ക്, അവിടെ മരണപ്പെട്ട ആളുകളുടെ എണ്ണം നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ മുന്നിലുണ്ടായിട്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു സ്റ്റേജ് ഷോസ് ഒക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഫാൻ ബേസുള്ള ആളുകളൊക്കെ ഷോസ് നടത്തുമ്പോൾ അവിടെ വലിയൊരു തിക്കും തിരക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ക്രമീകരിക്കണം, ഇല്ലെങ്കിൽ ആളുകളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നൊന്നും സംഘാടകരോ ഇല്ലെങ്കിൽ ഇത് പാലിക്കേണ്ട പോലീസോ ആരാണിത് ശ്രദ്ധിക്കേണ്ടത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നൊക്കെയുള്ളതാണ്. ആ വിഷയമാണ് അടുത്തത്. നിഷാദ്, ഈ കാസർഗോഡത്തെ സംഭവം ഹനാൻ ഷായുടെ സംഭവമാണ് പറഞ്ഞു വന്നത്. അപ്പം അതിൽ ഒരുപാട് പേർക്ക് ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായി. അത് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിക്കുന്നത്, ഇല്ലെങ്കിൽ പോലീസ് ഇത് കൺട്രോൾ ചെയ്യുന്നില്ലേ? ഇതെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ഒരു ലാർജ് സ്കെയിൽ നോക്കിയാൽ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രശ്നത്തിനകത്ത് സീരിയസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം ഈ ലോകത്ത് വലിയ തോതിൽ ആൾക്കൂട്ടം വരുന്ന പരിപാടികളുടെ ഒക്കെ മൊത്തം കഥ എടുത്ത് നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവാത്ത ഒരുപാട് പരിപാടി കാണാൻ പറ്റും. ഇപ്പം ജപ്പാനിലൊക്കെ 1 മില്യൺ ആൾക്കാർ ഒരു പരിപാടി പങ്കെടുത്താലും ഒരു നിലയ്ക്കുള്ള പ്രശ്നം അവിടെ ഉണ്ടാവത്തില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. അതിന് കാരണങ്ങളൊന്ന്, ആളുകൾ സ്വയം എല്ലാം നിയമങ്ങളും പാലിക്കും, ക്യൂ പാലിക്കും, അവർ ബാരിക്കേഡ് മറികടന്ന് പോവില്ല. 1000 പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് 1000 ടിക്കറ്റുകളെ ഉണ്ടാവും, 1100 ആൾ വരില്ല, പോകാനും കഴിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഒരു സെലിബ്രിറ്റി വരുന്നു എന്ന് കേട്ടാൽ, ഒരു ആൾ ദൈവം വരുന്നു എന്ന് കേട്ടാൽ, ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നു കേട്ടാൽ, ഒരു സിനിമാക്കാരൻ വരുന്നു കേട്ടാൽ ആളുകൾ കുതിച്ചു പാഞ്ഞങ്ങ് ചെല്ലുകയാണ്. ചെല്ലുന്ന സ്ഥലത്ത് എന്തുമാത്രം സൗകര്യങ്ങളുണ്ട്, റോഡുണ്ടോ, ട്രാഫിക് ഉണ്ടോ, ചെല്ലുന്ന സ്ഥലത്ത് ഗ്രൗണ്ടുണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും ആളുകൾ ആലോചിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സമീപന പ്രശ്നമുണ്ട്. അതിനകത്ത് തന്നെ അതോറിറ്റീസിൻ്റെ പ്രത്യേകം സമീപന പ്രശ്നം നമുക്ക് പൊതുവായി പറയാവുന്നതാണ്. അതോറിറ്റീസിനെയും പറയേണ്ടതുണ്ട്. അതോറിറ്റീസ് ഇന്ത്യയിൽ എന്തുമാത്രം സ്റ്റാമ്പേഡുകളുടെ ഈ തിക്കിത്തിരക്കും മരണങ്ങളുടെ ഉദാഹരണമുണ്ട്. ഇതിനേക്കാൾ വലിയ ഇത് ഒന്നും സംഭവിച്ചില്ല, അപായമൊന്നും ഉണ്ടായില്ല. വലിയ വിജയുടെ നേരത്തെ കരൂരിലെ അപകടം 40-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ വിജയുടെ ഉണ്ടായിട്ടുള്ള അപകടം ആലോചിക്കണം. ബാംഗ്ലൂരിലെ ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ആഘോഷ പരിപാടിക്കിടെ അപകടം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഒരു ഏതോ ആൾദേവുമായി ബന്ധപ്പെട്ട് ഭയങ്കര സ്റ്റാമ്പേഡ് ഉണ്ടായി, എത്രയോ പേരാണ് മരിച്ചുപോയത്. അപ്പോൾ ഇന്ത്യയിൽ സാധാരണ സംഗതിയായിട്ട് വലിയ ഒരു പരിപാടി നടന്നാൽ അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാവുക, സാരി വിതരണത്തിനിടയ്ക്ക് ആളുകൾ മരിച്ചുപോയ സംഭവമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്, നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം വെച്ചാൽ, ഒരു സ്ഥലത്ത് എന്തുമാത്രം ആളുകൾക്കാണ് പങ്കെടുക്കാൻ കഴിയുക, അത്രയും ആളുകൾക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ, അത്രയും ആളുകൾക്ക് വേണ്ട പ്രചരണമേ പാടുള്ളൂ, അത്രയും ആളുകളെ നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാവുക എന്ന് പ്രധാനം. ഇവിടെ ഇന്നലെ ഹനാൻ ഷായുടെ പരിപാടി, എനിക്ക് തോന്നുന്ന ഒരു ബസ് സ്റ്റാൻഡിനടുത്തുള്ള ചെറിയ ഗ്രൗണ്ടാണ്. 5000-6000 ആൾക്ക് മാത്രമേ അതിൻ്റെ കപ്പാസിറ്റി അവിടെ ഉള്ളൂ. 15000-ഓളം ആൾക്കാരവിടെ വന്നു എന്ന് പറഞ്ഞു. അത്രയും പേരുടെ വണ്ടിയും വരുന്നു. അപ്പോൾ അവിടെ വന്നൊരു യുവാവ് ചോദിക്കുന്നുണ്ട്, ഇത്രയും പേർക്ക് ടിക്കറ്റ് കൊടുത്തവൻ എന്തിനാണ്? ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കടന്നു വരാൻ പറ്റണ്ടേ? അപ്പോൾ 5000 പേർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന സ്ഥലത്ത് 4500 പേർക്കല്ലേ ടിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ, ബാക്കി അവിടെ കിടക്കണ്ടേ? അത് കൊടുക്കാതെ 10000 പേർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ പിഴവാണ്. പിന്നെ പോലീസ് മനസ്സിലാക്കണ്ടേ എത്ര പേർ പങ്കെടുക്കുന്നു, ഈ പരിപാടിയിൽ എത്ര പേർ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ചുള്ള നിയന്ത്രണം പോലീസിന് കൊണ്ടുവരാൻ കഴിയണ്ടേ? അത്രയും സെക്യൂരിറ്റീസ് ഉണ്ടാവുക, അത്രയും ബാരിക്കേഡുകൾ ഉണ്ടാവുക, കർശനമായ നിയന്ത്രണം കൊണ്ടുവരിക, അത് പോലീസിന് കഴിഞ്ഞിട്ടില്ല. നമ്മളിവിടെ എന്ന് വെച്ചാൽ എല്ലായിടത്തും കാണുന്നൊരു കാര്യമാണ്, ഇതിൻ്റെ അനുമതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അനുഷ്ഠാനമാണ്. ഒരാൾ വന്ന് ഒരു ഗ്രൗണ്ടിന് അനുമതി ചോദിച്ചു, ഇന്ന പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അനുമതി കൊടുക്കുകയാണ്. വളരെ ലാഘവത്തോടെ അനുമതി കൊടുക്കുന്ന പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഇന്ത്യയിൽ ആകമാനം. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കരൂരിലെ പരിപാടിയുടെ പ്രശ്നം എന്താണ്? കരൂരിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന 10,000-ൽ സംതിങ് ആൾക്കാർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട്, അവിടെ രാത്രിയായി കഴിയുമ്പോൾ എത്ര പേർക്ക് നിൽക്കാൻ പറ്റും? അവർക്ക് കുടിവെള്ളമുണ്ടോ, വൈദ്യുതി ഉണ്ടോ, വെളിച്ചമുണ്ടോ, വിശ്വാസമുണ്ടോ, ഇതുപോലെ നോക്കാതെ 100,000-ലധികം ആൾക്കാർ വന്നു. അതിനകത്ത് ആ സംഘാടകർക്ക് ഉത്തരവാദിത്തമുണ്ട്, പോലീസ് അതോറിറ്റീസിന് ഉത്തരവാദിത്തമുണ്ട്. അതേ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സംഘാടകർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഹനാൻ ഷാ വരുന്ന പരിപാടി കേരളത്തിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടുകാരനും വ്ളോഗറുമാണ് അയാൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഭയങ്കര വൈകാരിക ആവേശത്തോടെ പങ്കെടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. സോ ഇവിടെ ഹനാൻ ഷാ വന്നാൽ കാസർഗോഡ് ഈ ഗ്രൗണ്ടിൽ എന്തുമാത്രം ആൾക്ക് പങ്കെടുക്കാൻ പറ്റും, അതിൽ കൂടുതൽ ആളുകൾ വന്നേക്കുമോ, അതിനുള്ള എന്തൊക്കെ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടെന്ന കാര്യം പരിശോധിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു വലിയ വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആളുകളുടെ ആവേശത്തോടെ ചെന്ന് പറ്റിയ അബദ്ധത്തിൽപ്പെടുന്നൊന്നുമല്ല. നമ്മളും ആലോചിക്കേണ്ട കാര്യം, അതിനകത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ എന്തുമാത്രം ആൾക്കാരുണ്ട്, അവിടെ നമ്മൾ എങ്ങനെയൊക്കെ ചെല്ലാം. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ, കാർ എടുത്ത് പോകണോ, സ്കൂട്ടർ എടുത്ത് പോകണം എന്ന് ആലോചിക്കുക. അതാണ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ക്യൂ പാലിക്കാൻ നമ്മൾ പഠിക്കുക, ബാരിക്കേഡ് പാലിക്കാൻ നമ്മൾ പഠിക്കുക, പോലീസിനെ അനുസരിക്കാൻ പഠിക്കുക. ഇന്നലൊക്കെ പോലീസിന് ആൾക്കാരോട് ചൂടാവുകയോ ചില തല്ലണ്ടൊക്കെ വന്നു, പഠിക്കുക. പിന്നെ വലിയ ബഹളം ഉണ്ടാകുന്ന സ്ഥലത്ത് ഇപ്പോൾ കരൂരിലെടുത്ത് നോക്കുക, കുഞ്ഞുങ്ങളൊക്കെ മരിച്ചുപോയി. കുഞ്ഞുങ്ങളെയായിട്ട് പോയിരിക്കുകയാണ് ഈ ഇതിനിടയ്ക്ക്. അപ്പോൾ കുട്ടികളെയും ചെറിയ കുഞ്ഞുങ്ങളെയായിട്ട് വൈകുന്നേരത്തെ ഇതുപോലത്തെ വലിയ സദസ്സുകളിൽ പോയിരുന്ന് വലിയ തിക്കും തിരക്കുണ്ടാകുന്ന സ്ഥലത്ത് പോകാതിരിക്കാൻ നമ്മൾ ശീലിക്കുക, മനസ്സിലാക്കുക. ഇത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട കാര്യമാണ്. സിസ്റ്റത്തെ അനുസരിക്കുക, എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഒപ്പം സിസ്റ്റമാണ് കൂടുതൽ ശരിയാവേണ്ടത്. ഇത്രയും അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ സിസ്റ്റം ഇപ്പോഴും പൂർണ്ണമായി ശരിയായിട്ടില്ല. കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണോ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്, എല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് സിസ്റ്റത്തിനും പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് 2 തരത്തിലും മാറേണ്ടതിനകത്ത്, ഒന്ന്
സംവിധാനങ്ങൾ കുറച്ചുകൂടി പ്രോപ്പറാണ് വേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലൊരു കാര്യമാണ്, എവിടെയെങ്കിലും ഉണ്ടായാൽ ആദ്യം ചെന്നാലേ എല്ലാം കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഷോ കാണണമെങ്കിൽ ആദ്യം ചെല്ലണം, അല്ലെങ്കിൽ എന്തെങ്കിലും വിതരണം ഉണ്ടെങ്കിൽ ആദ്യം ചെല്ലണം, എന്തെങ്കിലും ഇളവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെല്ലണം എന്നൊക്കെയുള്ള വിചാരമുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആധുനികവൽക്കരിക്കപ്പെടേണ്ട സമയമായി തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ആസ്പെക്റ്റ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്നലെ വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസമുള്ള കാര്യം. ഇതൊക്കെ ഓരോ പാഠങ്ങളാണ്, നമ്മൾ എവിടെല്ലാം കണ്ടിട്ടുണ്ട്. പേര് കുസാറ്റിലൊക്കെ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. സോ ഇതെല്ലാം ഒരു മുന്നറിയിപ്പാവട്ടെ സംവിധാനത്തിൽ നിന്ന് ഞാൻ പറയാം. അനാനെ സംബന്ധിച്ച് ഇത് വലിയ സക്സസ് ആണ്. എന്ന് വെച്ചാൽ അത്രയും ഫാൻസ് അവിടെ എത്തുക എന്നുള്ളത് ആഘോഷിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അവരും കൂടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടേ. ഒരു പ്രോഗ്രാം ഏറ്റെടുക്കുമ്പോൾ സംഘാടകർ ഇതിൽ എത്ര പേരെയാണ്, ഇപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ എത്ര പേരെ ഉൾക്കൊള്ളും, ബേസിക് ആയിട്ടുള്ള അവിടെ നമുക്ക് ഓക്സിജൻ കിട്ടുമോ എന്നുള്ള സാധനമെങ്കിലും ചിന്തിച്ച് ഇവരും കൂടി ഒന്ന് പ്രവർത്തിക്കേണ്ടതില്ലേ? തീർച്ചയായും നിഷാദ് പറഞ്ഞു തന്നെ അതിൽ കാര്യം, അതിൽ വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ നമ്മുടെ സംസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഞാൻ ആ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഡ്രൈവിംഗ് സംസ്കാരം നമ്മൾ പാലിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ശരിക്കും മനസ്സിൽ തട്ടിയൊരു ഉദാഹരണമുണ്ട്. അതായത് ഒരിക്കൽ ഞാൻ കുറച്ച് തിരക്കുള്ള സമയത്ത് കുറച്ച് അതിസാഹസികമായി ഒന്ന് വണ്ടി ഇങ്ങനെ എടുത്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇയാൾ എൻ്റെ പുറകിൽ വന്നിട്ട് എന്നെ കൃത്യമായിട്ട് പറഞ്ഞു, മോനെ ഡ്രൈവിംഗ് ഒരു സംസ്കാരമാണ് എന്ന് എന്നോട് പറഞ്ഞു. അത് ശരിക്കും എൻ്റെ മനസ്സിൽ തട്ടി. കാരണം അത് അയാൾ പറഞ്ഞ വളരെ കൃത്യമാണ്. നമ്മളിപ്പോൾ ഈ സ്റ്റാമ്പേഡിനെ കുറിച്ചും ഈ ആൾക്കൂട്ടത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം ഞാൻ അത് ഓർക്കുന്നു. കാരണം വെച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ സംസ്കാരം പാലിക്കുന്നുണ്ട്. നമുക്ക് ഓടിക്കാനും പറ്റണം, മറ്റുള്ളവർക്കും ഓടിക്കാൻ പറ്റണം. മറ്റുള്ളവർക്കും സഞ്ചരിക്കാനുള്ളതാണ് റോഡ്, നമുക്കും സഞ്ചരിക്കാനുള്ള റോഡ്. ഇതേ കാര്യം തന്നെ നമ്മൾ ഇത്തരം പരിപാടികളിലും നമ്മൾ ആലോചിക്കണം. എനിക്ക് ഈ പരിപാടി കാണണം, എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും പരിപാടി കാണണം, മുമ്പിലുള്ള ആൾക്കും പുറകിലുള്ള ആൾക്കും ഒക്കെ കാണണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അയാളെ ഒന്ന് കാണിക്കാൻ. ആ ഒരു സംസ്കാരം നമുക്കുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഈ സംഘാടനത്തിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. കുസാറ്റിലെ ഉദാഹരണം അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം നമ്മളെ ഏറ്റവും അടുത്തുണ്ടായൊരു ദുരന്തമാണ് 2023 തോന്നുന്നു അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോളേജിലെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ മാത്രം പരിപാടിയാണ്. അവിടെ എത്രത്തോളം ആളുകൾ വരുമെന്ന് കൃത്യമായൊരു രൂപം ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ അത് ഉണ്ടായില്ല. അതേ തുടർന്നാണ് അവിടെ ആ വലിയ ദുരന്തം ഉണ്ടായത്. ആ ഹാളിൻ്റെ ഒരു കപ്പാസിറ്റിയെക്കുറിച്ചും അതിൻ്റെ ഗേറ്റുകളെക്കുറിച്ചും ഒക്കെ കൃത്യമായൊരു അറിവുണ്ടായിരുന്നെങ്കിൽ, അതിനനുസരിച്ച് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവിടെ ആ പരിപാടി നടത്തുകയും അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുകയും ചെയ്തത്. ബാംഗ്ലൂരിൽ നടന്നത് അതും ഇതുപോലെ തന്നെ ഈ അത്യാവേശമുണ്ടാക്കുന്ന ദുരന്തങ്ങളാണത്. ബാംഗ്ലൂരിൽ റോയൽ ചാലഞ്ചേഴ്സ് ടീം, കാരണം ഈ IPL ചരിത്രത്തിൽ ആദ്യമായി കപ്പ് ലഭിച്ച ഒരു ടീമാണ്. അത്രത്തോളം ആരാധകർ, അപ്പോൾ അത്രയും കാലം കപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും അത്രത്തോളം ആരാധകരുള്ളൊരു ടീമാണത്. അപ്പം സ്വാഭാവികമായും ആളുകളുടെ തള്ളിച്ച മനസ്സിലാക്കാൻ സംഘാടകർക്ക് അല്ലെങ്കിൽ പോലീസിന് സാധിച്ചില്ല, സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് വലിയ പോരായ്മയാണ്. ഇവിടെയും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഹനാൻ ഷാ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജൻസിക്ക് അപ്പുറമുള്ള പ്രായം കൂടിയ ആളുകൾക്ക് ഒരു പക്ഷേ ഹനാൻ ഷായെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അങ്ങനെ ഒരാളുണ്ടെന്നറിയാം, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണെന്നൊക്കെ അറിയാം എന്ന് മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ഇയാൾ വലിയ ആളുകളെ തടിച്ചു കൂടുന്നൊരു പരിപാടിയല്ല എന്നൊരു പക്ഷേ ആളുകൾ വിചാരിച്ച് കാണാം. ഏതോ ഒരു ഹനാൻ ഷാ, അവൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, 1-2 പാട്ട സിനിമ പാടിയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ആലോചിച്ചൊരു പക്ഷേ അതിന് ഏകദേശം ഇത്രയൊക്കെ ആൾ വരുള്ളൂ എന്നുള്ളൊരു ധാരണ ഒരു പക്ഷേ പോലീസുകാർക്കുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്യേണ്ടത് സംഘാടകരുമായി ഒത്തുചേർന്ന് ഒരു മീറ്റിംഗ് വിളിക്കുകയും എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടിയുടെ സ്വഭാവം, എത്രത്തോളം ആളുകൾ വരും, ഈ പെർമിഷൻ എടുത്തിട്ടുണ്ടാവും. പെർമിഷൻ കൊടുക്കുമ്പോൾ 5000 പേർക്ക് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 4000 പേർക്ക് പെർമിഷനെ പോലീസ് തരുള്ളൂ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് മാത്രം പോരാ, ഇതിൽ കവിഞ്ഞ ആളുകൾ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ B നമുക്ക് വേണം. ആ പ്ലാൻ B ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കണം. അതിനുവേണ്ടി ഒത്തുചേർന്നൊരു മീറ്റിംഗ് വിളിക്കുകയും ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയും വേണം. അതവിടെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘാടകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ജാഗ്രത കുറവിനെക്കുറിച്ചും അതിനെതിരെയും കേസെടുത്തില്ലെങ്കിലും ഒരു ശ്രദ്ധ വേണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഒരു അവനവൻ സ്വയം നിയന്ത്രിക്കുക, ഒപ്പം സംഘാടനത്തിൽ മികച്ച ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കുക, ഇത് മാത്രമേ പരിഹാരമാർഗമുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാമ്പേഡുകൾ ആവർത്തിക്കും.